ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിഗരറ്റ് പാൻ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, എലാസ്റ്റിക്കും ഉണ്ട്. നമുക്കത് കട്ടിങ്ങിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ക്ലോത്ത് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മടക്കാക്കിയിട്ടാണ് ക്ലോത്ത് വിരിച്ചിട്ടിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ ഹിപ്പ് അനുസരിച്ച് അതിൽ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ചേർത്താണ് നമ്മളിവിടെ 2 മടക്കാക്കിയിട്ട് തുണി മടക്കിയിട്ടുള്ളത്. നമുക്കതിൻ്റെ വീതി ഒന്ന് നോക്കാം. വീതി വരുന്നത് 14 ഇഞ്ച് ഞാനിവിടെ വീതി ഇട്ടിട്ടുണ്ട്. നമുക്ക് 14 ഇഞ്ച് കണക്കാക്കിയിട്ട് ക്ലോത്ത് മടക്കിയിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എലാസ്റ്റിക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ അതേ വീതിയിലാണ് ഞാനിവിടെ ബെൽറ്റിന് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് ഞാനിവിടെ ബെൽറ്റ് മടക്കി തയ്ക്കാനായിട്ട് 2 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കണം. ഇനി നമുക്കിത് ഇലാസ്റ്റിക് വെച്ചൊന്ന് മടക്കി നോക്കാം. ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഞാനിവിടെ ക്ലോത്ത് മടക്കി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അടയാളപ്പെടുത്തലുകളിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ടാപ്പ് നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണോ അത്ര അടയാളപ്പെടുത്തുക. നമ്മുടെ അരഭാഗത്ത് നിന്നും വേസ്റ്റ് റൗണ്ടിൽ നിന്നും താഴോട്ടുള്ള ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുക. എനിക്കിവിടെ 35 വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 35 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് 35 അടയാളപ്പെടുത്തണം. കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവാണ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് കറക്റ്റ് ടാപ്പ് മടക്കി പിടിച്ചിട്ടുള്ള അളവാണ് നമുക്കിവിടെ വേണ്ടത്. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 35. നമുക്ക് ആ 35ൻ്റെ കൂടെ ഹരിച്ചിട്ട് 4 ഇഞ്ച് ഹരിക്കണം. 35 ഹരിക്കണം 4 + 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് ഞാനിവിടെ ഹിപ്പ് അടയാളപ്പെടുത്തി. അതിനുശേഷം ക്രോച്ച് ലെങ്ത്ത് വരുന്നത്, ക്രോച്ച് നമുക്ക് 11ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് 12.5 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ക്രോച്ച് ലെങ്ത്ത് വരച്ചിട്ട് അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് ക്രോച്ച് ലെങ്ത്തിൻ്റെ അടിഭാഗത്ത് നിന്നും 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്ത് നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തുന്നത് പോലെ നമുക്കൊരു കർവ് രൂപത്തിൽ വരച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്കിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് പറയുന്നതിനേക്കാൾ നമുക്ക് വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. ഇനി നമുക്ക് ആ വരച്ച വരയുടെ സെൻറ്റർ ഭാഗം കാണണം. നമുക്ക് ടാപ്പ് ഒന്ന് നടുമടക്കി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ സെൻറ്റർ നമുക്ക് 6.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6.5 നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി സെൻറ്ററിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തിയത് നമുക്കിപ്പോൾ ശരിക്ക് മാർക്ക് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നം, പുറത്തത്തെ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം അടയാളപ്പെടുത്തിയത് കണ്ടിരുന്നില്ല. ഞാനൊന്നും കൂടെ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. ഞാനിവിടെ ബെൽറ്റിനായിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിപ്പ് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 11 ഇഞ്ച്, അതിവിടെ അടയാളപ്പെടുത്തി. ആ ഹിപ്പ് ലെങ്ത്തിൻ്റെ എൻഡിൽ നിന്നും ക്രോച്ച് ലെങ്ത്ത് നമുക്ക് 12.5 കിട്ടിയിട്ടുള്ളത്. അതാണ് 12.5 ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്നും നമുക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു വര നമുക്ക് വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കർവ് രൂപത്തിൽ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആ വരയിൽ നിന്നും ബാക്കിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സെൻറ്റർ നമുക്ക് 6.5 കിട്ടിയിട്ടുള്ളത്. 6.5 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്താം. ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 35. അതിൻ്റെ കൂടെ നമുക്ക് താഴോട്ട് മടക്കി സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് മടക്കാനായിട്ടൊരു 3 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് മടക്കി പോകുന്ന ഭാഗമാണ്. അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടിയിട്ടുള്ള 6.5 ഉണ്ടല്ലോ, ആ 6.5 നമുക്ക് താഴോട്ടും അടയാളപ്പെടുത്തി കൊടുക്കണം. താഴ്ഭാഗത്തേക്കും ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്ത് നമുക്ക് 6.5 ഇഞ്ച് സെൻറ്റർ അടയാളപ്പെടുത്തണം.
ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴത്തെ റൗണ്ട് വരുന്നത് 5.5 5.5യുടെ പകുതി നമുക്ക് ടാപ്പ് മടക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.25 ഈ 2.25 നമുക്ക് താഴ്ഭാഗത്തെ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ സെൻറ്ററിൽ നിന്നും ബാക്കിലോട്ട് 2.25 അതുപോലെ തന്നെ ആ സെൻറ്ററിൽ നിന്നും ഇപ്പുറ ഭാഗത്തേക്കും 2.25 അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ താഴത്തും സെൻറ്ററിൽ നിന്നും 2.25 അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ നിന്നും അപ്പുറത്തേക്കും 2.25 അടയാളപ്പെടുത്തുക. ഇനി നമുക്കിതൊന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കാം. ഈ 2.25 അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിലേക്കാണ് നമുക്ക് ക്രോച്ച് ലെങ്ത്തിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ഈ 2.25 അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിലേക്ക് വരച്ച് കൊടുക്കണം. ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. താഴത്തെ ആ ഒരു മടക്ക് ഭാഗവും നമുക്കൊന്ന് പോയിന്റുകൾ യോജിപ്പിക്കണം. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം. നമുക്കത് മടക്കി തയ്ക്കുമ്പോൾ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ഭാഗം നമുക്ക് ഫ്രണ്ട് പീസിനെക്കാട്ടും 2 ഇഞ്ച് നമുക്ക് തുണി മടക്കി കൂടുതലിടണം. കൂടുതലിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രണ്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ 2 ഇഞ്ച് കൂടുതലാക്കിയിട്ട് ക്ലോത്ത് മടക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത പീസ് നമ്മളത് വെച്ച് കൊടുക്കണം. കറക്റ്റാക്കി വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് പീസിൽ നിന്നും 2 ഇഞ്ച് കൂടുതലായിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ടിട്ട് പോരണം. 2 ഇഞ്ചായിട്ട് നമുക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കതൊന്ന് വരച്ചെടുക്കണം. ഫ്രണ്ട് പീസിനെക്കാട്ടും 2 ഇഞ്ച് കൂടുതലാണ് നമുക്ക് ബാക്ക് പീസ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ താഴോട്ട് ഇതുപോലെ തന്നെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി പോവുകയാണ്. നമുക്കത് 2 ഇഞ്ച് അടയാളപ്പെടുത്തി അത് യോജിപ്പിച്ച് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ടിങ് ഇട്ടതുപോലെ ബാക്ക് പീസിലും കട്ടിങ് ഇട്ട് കൊടുക്കുക. നമുക്കത് മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് 2 ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ചീത്ത ഭാഗത്ത് ഇട്ടിട്ട് ക്രോച്ച് ലെങ്ത്ത് നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനതിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് ചെറിയ തയ്യൽ കൊടുക്കുക. നമുക്കവിടെ മടക്കി തയ്ക്കാനാണ്. അതിന് ശേഷം നമുക്ക് ഈ കട്ടിങ് ഇട്ടിട്ടുണ്ടല്ലോ, 3 ഇഞ്ച് താഴത്തേക്ക് കട്ടിങ് ഇട്ട ഒരു കട്ടിങ്ങിൽ നിന്നും മേൽപോട്ട് മടക്കി കൊടുത്തിട്ട് അതേ അളവിലൊന്ന് ഒരു അടയാളപ്പെടുത്തി കൊടുത്തിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മേലോട്ട് പാൻറ്റിൻ്റെ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ കട്ടിങ് ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്നത് പോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു
നേരത്തെ കട്ടിങ്ങിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തില്ല, അത് ആ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് അതുപോലെ ഒരു എൻഡിൽ കൊണ്ടുപോയി നിർത്തി കൊടുത്തിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറോ സ്പിന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒന്ന് നിവർത്തിയിട്ട് കാണിച്ചു. ഇനി നമുക്കിതൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നിവർത്തിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്കിതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് ഒന്ന് നഖം വെച്ചൊന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുത്തതിന് ശേഷം മടക്കി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടി കൊടുക്കണം. അതിനു വേണ്ടി നമ്മുടെ പാൻറ്റ് ചീത്ത ഭാഗത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുത്തിട്ട് 1 ഇഞ്ച് വീതിക്ക് നമുക്ക് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്രോച്ച് ഭാഗത്താണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാലിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് മറ്റൊരു കാലിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ക്രോച്ച് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. കാരണം അത് പെട്ടെന്ന് വിട്ടു പോരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ചോ ട്രിപ്പിൾ സ്റ്റിച്ചോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എൻഡ് വരെ 1 ഇഞ്ച് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണത് ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് നമുക്ക് ഇനി ഫിനിഷ് ചെയ്യാനുള്ളത്. നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നതിനായിട്ട് 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇലാസ്റ്റിക്കിൻ്റെ വീതിയിൽ നമുക്കിതൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് മടക്കി തയ്ച്ച് കൊടുക്കുക. മടക്കി തയ്ച്ചതിന് ശേഷം ഒരു ലാസ്റ്റിലെത്തുമ്പോൾ നമുക്കൊരു 1-2 ഇഞ്ച് കൂടുതൽ തയ്ക്കാതെ ഇടണം. കാരണം നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് നമുക്ക് വേണ്ടത് നമ്മുടെ ഹിപ്പ് അളവ് 35ആണ്. അതിലും 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 33 ഇഞ്ചാണ് ഇലാസ്റ്റിക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അളന്നിട്ട് ഇലാസ്റ്റിക് 33-ലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇത് പാൻറ്റിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ 2 ഭാഗവും പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 സ്റ്റിച്ചാക്കിയിട്ട് നമുക്ക് വിട്ടു പോരാണ്ടിരിക്കാനുള്ളൊരു സ്റ്റിച്ചിങ് അവിടെ കൊടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലോട്ട് ശരിയായ രീതിയിൽ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്കതൊന്ന് തിരിച്ച് ലെവൽ ചെയ്തെടുക്കണം. ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പ് വിട്ട ഭാഗം ഒന്ന് 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇലാസ്റ്റിക്കിന് ഫിനിഷിങ് ഉണ്ടാവുകയുള്ളൂ. നമുക്കിതൊന്ന് വലിച്ച് ബാക്കിലോട്ട് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് നിന്നും മാറാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ പാൻറ്റ് കാണാനൊരു ഭംഗിയുണ്ടാവില്ല. നമുക്ക് സെൻറ്റർ തന്നെ നമുക്ക് അടിച്ച് വലിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ ഫുള്ളായിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൊടുക്കണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.